തക്ബീർ ധ്വനികൾ ഉയർന്നു. ക്രിസ്ത്യൻ പള്ളിയങ്കണത്തിൽ ഈദ്ഗാഹ്. ദ റിയൽ കേരള സ്റ്റോറി. നമസ്കാരം, നോയിഡറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോഴും ലവ് ജിഹാദ് ഉണ്ടെന്ന് ഇടുക്കി രൂപത. ലവ് ജിഹാദ് ഇല്ല എന്നത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇത് പറയുന്നത് മറ്റാരുമല്ല, കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകളും കുറച്ചു ദിവസം മുൻപ് വരെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗവുമായിരുന്ന പത്മജ വേണുഗോപാലാണ്. BJP നേതാക്കൾ 10 വർഷക്കാലത്തിലേറെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ ലവ് ജിഹാദ് വിഷയത്തിന് ഇപ്പോൾ ഊന്നൽ നൽകി ആധികാരികത ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചില ക്രിസ്തീയ സഭകൾ. സംഘപരിവാറിന്റെ കൃത്യമായ അജണ്ടയുമായി സുദീപ് തോസൻ സംവിധാനം ചെയ്ത ദ കേരള സ്റ്റോറി എന്ന സിനിമയെ കേരളം തിരസ്കരിച്ചപ്പോൾ ചില ക്രൈസ്തവ സഭകൾ കയ്യും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള ഇടുക്കി രൂപത ഈ സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പച്ചയായ വർഗീയ രാഷ്ട്രീയം കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കുന്ന ഹീനമായ കുറ്റമാണ് ഇടുക്കി രൂപത ചെയ്തത്. ഞാൻ ഉൾപ്പെടുന്ന കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളെയും സ്ത്രീകളെയും അപമാനിക്കുകയാണ് ഈ സിനിമ ചെയ്തത്. 30,000-ഓളം പെൺകുട്ടികൾ ആടുമേയ്ക്കാൻ ഇവിടെ നിന്ന് സിറിയയിലേക്ക് പോയി എന്ന് സ്ഥാപിക്കാൻ ശ്രമം നടന്നാൽ അത് എതിർക്കപ്പെടുകയാണ് വേണ്ടത്. അത്രമേൽ ബുദ്ധിശൂന്യരാണ് മലയാളി പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ സൗകര്യമുണ്ടാകില്ല. ഒരു 3 വർഷക്കാലം മുമ്പ് ഇതേ സിറോ മലബാർ സഭ BJPയേക്കാൾ ഒരു പടി കൂടി കടന്ന് ഒരു പ്രസ്താവന നടത്തി. സിറിയയിൽ തീവ്രവാദ സംഘടനയിലേക്ക് കൊണ്ടുപോകാൻ ലവ് ജിഹാദ് നടത്തുന്നുവെന്നും കേരളത്തിൽ നിന്ന് 21 പേർ IS-ൽ ചേരാൻ സിറിയയിൽ പോയതിൽ പകുതിയോളം ക്രിസ്തീയ സഭയിൽ നിന്നുമാണെന്ന പച്ച നുണയാണ് സിറോ മലബാർ സഭ പടച്ചുവിട്ടത്. ആരാണ് 21 പേർ എന്ന ചോദ്യത്തിന് അതീവ കുറ്റകരമായ മൗനമാണ് സഭ ഇന്നും പാലിക്കുന്നത്. 4 പേരാണ് ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന് പോയിരിക്കുന്നത് എന്നിരിക്കെയാണ് സഭ ഇങ്ങനെ പച്ചക്കള്ളത്തിന്റെ പ്രചാരകരാകുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു വസ്തുതയുണ്ട്. ഈ പറഞ്ഞ 4 പേരിൽ 2 പേർ ഒരേ കുടുംബത്തിൽ നിന്നുള്ള 2 ആൺകുട്ടികളാണ്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ മതം മാറ്റുന്നേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന സഭ 4 പേരിൽ 2 പേർ ആൺകുട്ടികളാണെന്ന കാര്യം മറന്നുപോയതാകാൻ വഴിയില്ല. ലവ് ജിഹാദ് എന്ന പൊള്ളത്തരത്തെക്കുറിച്ച് 2009 മുതൽ ഈ രാജ്യത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. 2009 കേരള ഹൈക്കോടതി ജഡ്ജി M. ശ്രീധരൻ നമ്പ്യാർ ലവ് ജിഹാദിന് തെളിവില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞ കേസാണിത്. 2010 കർണാടക സർക്കാർ ഇക്കാര്യം അന്വേഷിക്കുകയും അത് തള്ളിക്കളയുകയും ചെയ്തു. 2012 കേരള പോലീസ്, 2014 UP പോലീസ് എന്നിവർ അന്വേഷണം നടത്തി. ലവ് ജിഹാദ് എന്നൊരു സംഭവമേ ഇല്ല. ഈ ആരോപണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പിന്നീട് ഇത് അന്വേഷിച്ചത് അമിത് ഷായുടെ NIA ആണ്. 89 കേസുകളാണ് കേരളത്തിൽ അന്വേഷിച്ചത്. ഇതിൽ തന്നെ 11 കേസുകൾ പ്രത്യേകമായി എടുത്ത് അന്വേഷിച്ചു. 11 കേസിൽ വിശദമായ അന്വേഷണം നടത്തിയ NIA സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസുകളിൽ ഒന്നുപോലും പുരുഷനെയോ സ്ത്രീയെയോ നിർബന്ധിതമായി ആരും മതം മാറ്റിയതല്ല എന്നാണ്. മാത്രമല്ല, മതം മാറ്റം ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടേക്കെന്ന് പരിശോധിക്കുമ്പോഴാണ് മറ്റൊരു തമാശ. 2011 മുതൽ 17 വരെ മതം മാറ്റിയവരുടെ കണക്ക് നമുക്ക് ലഭ്യമാണ്. ഈ കാലയളവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർ മതം മാറിയത് ഹിന്ദു മതത്തിലേക്കാണ്. ഈ 7 വർഷക്കാലം ആകെ നടന്ന മതം മാറ്റങ്ങൾ 8334. 4698 പേർ, അതായത് 60% ആളുകൾ മതം മാറിയത് ഹിന്ദു മതത്തിലേക്ക്. മുസ്ലിം മതം സ്വീകരിച്ചവരുടെ എണ്ണം 1864. ക്രിസ്ത്യൻ മതത്തിലേക്ക് എത്തിയത് 1496 പേർ. ക്രിസ്തു മതത്തിലെത്തിയ ഈ 1496 പേരിൽ പകുതിയിലേറെ പേർ പെൺകുട്ടികളാണ്, അതായത് വിവാഹം കഴിക്കാൻ മതം മാറിയവരാണ്. അപ്പോൾ വിവാഹം കഴിക്കാനായി ക്രിസ്തുമതം സ്വീകരിച്ച ഈ 800-ഓളം പേർ, ഈ 800-ഓളം പെൺകുട്ടികൾ ഏത് ജിഹാദിന്റെ പരിധിയിലാണ് വരികയെന്ന് സിറോ മലബാർ സഭ വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഇങ്ങോട്ട് വരുന്നതൊക്കെ ദൈവമാർഗവും അങ്ങോട്ട് പോകുന്നതൊക്കെ ജിഹാദുമാകുന്നത് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്.